ഹലോ എല്ലാവർക്കും SCIT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 2025 ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ്, ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ അതായത് UNHRCയിൽ എത്രാമത്തെ തവണയാണ് ഇന്ത്യ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്? ഇന്ത്യ എത്രാം തവണയാണ് അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്? 7ാം തവണ കേട്ടോ. എത്രാം തവണയാണ്? 7ാമത്തെ തവണയാണ്. 2026, 2028 കാലയളവിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഉഭയകക്ഷി നാവികാഭ്യാസത്തിന്റെ ആദ്യ പതിപ്പ് എവിടെ വെച്ചാണ് നടത്തപ്പെട്ടത്? ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഉഭയകക്ഷി നാവികാഭ്യാസത്തിന്റെ ആദ്യത്തെ പതിപ്പ് എവിടെ വെച്ച് നടത്തപ്പെട്ടത്? സൗത്ത് കൊറിയയിലെ ബുസാൻ നേവൽ ഹാർബറിലാണ്. സൗത്ത് കൊറിയയിലെ ബുസാൻ നേവൽ ഹാർബറിൽ വെച്ചിട്ടാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഉഭയകക്ഷി നാവികാഭ്യാസത്തിന്റെ ആദ്യ പതിപ്പ് സൗത്ത് കൊറിയയിലെ ബുസാൻ നാവൽ ഹാർബറിലാണ്. ഖനന മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ വിജ്ഞാപന പ്രകാരം ചുണ്ണാമ്പുകല്ല് അഥവാ ലൈംസ്റ്റോൺ പൂർണ്ണമായിട്ടും ഏത് തരത്തിലുള്ള ധാതുവായാണ് വർഗീകരിച്ചിട്ടുള്ളത്? മേജർ മിനറൽസ് കേട്ടോ. മേജർ മിനറൽ ആയിട്ടാണ് ചുണ്ണാമ്പുകല്ല് അല്ലെങ്കിൽ ലൈംസ്റ്റോണിനെ വർഗീകരിച്ചിട്ടുള്ളത്. മേജർ മിനറലാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് അടുത്തിടെ കേരളത്തിൽ വെച്ച് അന്തരിച്ച കെനിയൻ പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ വ്യക്തിയാരാണ്? റെയ്ല ഒഡിംഗ. റെയ്ല ഒഡിംഗയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അടുത്തിടെ കേരളത്തിൽ വെച്ച് അന്തരിച്ച കെനിയൻ പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് റെയ്ല ഒഡിംഗ കേട്ടോ. റെയ്ല ഒഡിംഗ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്, ഇന്ത്യയുടെ ആദ്യ DNA അടിസ്ഥാനമാക്കിയ എലഫന്റ് സെൻസസ് പ്രകാരം കാട്ടാനകളുടെ എണ്ണത്തിൽ എത്ര ശതമാനം കുറവാണ് കണ്ടെത്തിയത്? അത് 18%. രാജ്യത്ത് ഏറ്റവും അധികം കാട്ടാനകൾ ഉള്ളത് കർണാടകയിലാണ്. ഇന്ത്യയുടെ ആദ്യ DNA അടിസ്ഥാനമാക്കിയ എലഫന്റ് സെൻസസ് പ്രകാരം കാട്ടാനകളുടെ എണ്ണത്തിൽ 18% കുറവാണ് കണ്ടെത്തിയത്. തിരുവനന്തപുരം GV രാജ സ്കൂൾ ആരംഭിച്ചതിന്റെ എത്രാം വാർഷികമാണ് 2025 പൂർത്തിയാക്കിയത്? 50ാം വാർഷികം. GV രാജ സ്കൂളിലെ തിരുവനന്തപുരം GV രാജ സ്കൂൾ ആരംഭിച്ചതിന്റെ 50ാം വാർഷികമാണ് 2025 പൂർത്തിയാക്കുന്നത്. അമേരിക്കയിലേക്ക് അയച്ച ഇന്ത്യയുടെ ആദ്യ മൾട്ടി ചിപ്പ് മോഡ്യൂൾ നിർമ്മിച്ച മലയാളി കമ്പനി ഏതാണ്? അമേരിക്കയിലേക്ക് അയച്ച ഇന്ത്യയുടെ ആദ്യ മൾട്ടി ചിപ്പ് മോഡ്യൂൾ നിർമ്മിച്ച മലയാളി കമ്പനിയാണ് കെയ്ൻസ് സെമിക്കോൺ. അമേരിക്കയിലേക്ക് അയച്ച ഇന്ത്യയുടെ ആദ്യ മൾട്ടി ചിപ്പ് മോഡ്യൂൾ നിർമ്മിച്ച മലയാളി കമ്പനിയാണ് കെയ്ൻസ് സെമിക്കോൺ. ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി ചിപ്പ് മോഡ്യൂൾ അമേരിക്കയിലേക്ക് അയച്ച ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി ചിപ്പ് മോഡ്യൂൾ നിർമ്മിച്ച മലയാള കമ്പനിയുടെ പേരെന്താണ്? കെയ്ൻസ് സെമിക്കോൺ ആണ്. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. 5th എഡിഷൻ ആണ് 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്നത് രാജസ്ഥാനിലാണ്. രണ്ടാമത് UA ഖാദർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രണ്ടാമത് UA ഖാദർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KV മോഹൻകുമാർ. നോവൽ ഉല എന്ന നോവലിനാണ്. KV മോഹൻകുമാറിനാണ് രണ്ടാമത് UA ഖാദർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. KV മോഹൻകുമാറിനാണ്. കേരള ടൂറിസം ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിന്റെ വേദി എന്താണ്? കേരള ടൂറിസം ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിന്റെ വേദിയാണ് യാനം. കേരള ടൂറിസം ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിന്റെ വേദിയാണ് യാനം. വേദിയുടെ വർക്കലയിലാണ് വേദി. കേരള ടൂറിസം ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിന്റെ വേദി എന്താണ്? എവിടെയാണ്? യാനമാണ് വേദി, വർക്കല കേട്ടോ. ഓരോ യാത്രയും അവിസ്മരണീയമായ ഓർമ്മകളാക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിച്ച പുതിയ ക്യാമ്പയിനാണ് എക്സ്പ്ലോറർ മോർ എക്സ്പ്രസ് മോർ. ഓരോ യാത്രയും അവിസ്മരണീയമായ ഓർമ്മകളാക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ആരംഭിച്ച പുതിയ ക്യാമ്പയിന്റെ പേരാണ് എക്സ്പ്ലോർ മോർ എക്സ്പ്രസ് മോർ. 2025 സെപ്റ്റംബർ മാസത്തെ മികച്ച താരത്തിനുള്ള അന്താരാഷ്ട്ര കൗൺസിലിന്റെ പുരസ്കാരത്തിന് അർഹരായവരാണ് സ്മൃതി മന്ദാനയും അഭിഷേക് ശർമ്മയാണ്. 2025 സെപ്റ്റംബർ മാസത്തെ മികച്ച താരത്തിനുള്ള അന്താരാഷ്ട്ര കൗൺസിലിന്റെ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? സ്മൃതി മന്ദാന, അഭിഷേക് ശർമ്മ. ദി ലോ ട്രസ്റ്റിന്റെ 11ാമത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് ലഭിക്കുന്ന മുൻ ഗവർണറാണ് P സദാശിവന്. ദി ലോ ട്രസ്റ്റിന്റെ 11ാമത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് ലഭിക്കുന്ന മുൻ ഗവർണർ ആരാണ്? P സദാശിവൻ കേട്ടോ. P സദാശിവനാണ് VR കൃഷ്ണയ്യർ അവാർഡ് ലഭിക്കുന്ന ഗവർണറാണ്. മുൻ ഗവർണർ ആരാണ്? P സദാശിവൻ. 50,000 രൂപയും ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ചിത്രം ആലേഖനം ചെയ്ത ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ VR കൃഷ്ണയ്യർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മുൻ ഗവർണർ P സദാശിവനാണ് ലഭിച്ചത്. മഹാരാഷ്ട്രയിലെ അക്കോള പോലീസ് നിർമ്മിത ബുദ്ധിയും ഡാറ്റ വിശകലനവും ഉപയോഗിച്ച് പ്രൊഡക്റ്റീവ് പോലീസ് സംവിധാനം ആരംഭിച്ചത് ഏത് പദ്ധതിയിലൂടെയാണ്? പ്രൊഡക്റ്റീവ് പോലീസ് സംവിധാനം ആരംഭിച്ചത് പ്രൊജക്ട് ത്രിനേത്ര. മഹാരാഷ്ട്രയിലെ അക്കോള പോലീസ് നിർമ്മിത ബുദ്ധിയും ഡാറ്റ വിശകലനവും ഉപയോഗിച്ച് പ്രൊഡക്റ്റീവ് പോലീസ് സംവിധാനം ആരംഭിച്ചത് ഏത് പദ്ധതിയിലൂടെയാണ്? പ്രൊജക്ട് ത്രിനേത്ര. DRDO വികസിപ്പിച്ചെടുത്ത 25,000 അടി ഉയരത്തിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പാരച്യൂട്ട് സംവിധാനമാണ് മിലിറ്ററി കോംബാറ്റ്
പാരച്യൂട്ട് സിസ്റ്റം. DRDO വികസിപ്പിച്ചെടുത്ത 25,000 അടി ഉയരത്തിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് പാരച്യൂട്ട് സംവിധാനമാണ് മിലിറ്ററി കോമ്പാറ്റ് പാരച്യൂട്ട് സിസ്റ്റം. ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബാറ്ററികൾക്കുമുള്ള സബ്സിഡികൾ ആഗോള വ്യാപാര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് ലോക വ്യാപാര സംഘടനയിൽ, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഔദ്യോഗികമായി പരാതിപ്പെട്ട രാജ്യമാണ് ചൈന. ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബാറ്ററികൾക്കുമുള്ള സബ്സിഡികൾ ആഗോള വ്യാപാര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഔദ്യോഗികമായിട്ട് പരാതിപ്പെട്ട രാജ്യം ഏതാണ്? ചൈന കേട്ടോ. അടുത്തിടെ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് 1. അടുത്തിടെ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്ത തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനം ഏതാണ്? തേജസ് മാർക്ക് 1 ആണ്. പഴയ പിൻകോഡ് സംവിധാനത്തെ മാറ്റിസ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തെ ഓരോ 4 ചതുരശ്ര മീറ്റർ പ്രദേശത്തിലും 10 ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക് കോഡ് നൽകുന്ന ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ വിലാസ സംവിധാനമാണ് ഡിജിപിൻ. പഴയ പിൻകോഡ് സംവിധാനത്തെ മാറ്റിസ്ഥാപിച്ചുകൊണ്ട് രാജ്യത്തെ ഓരോ 4 ചതുരശ്ര മീറ്റർ പ്രദേശത്തിലും 10 ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക് കോഡ് നൽകുന്ന ഇന്ത്യയുടെ പുതിയ ഡിജിറ്റൽ വിലാസം ഏതാണ്? ഡിജിപിൻ കേട്ടോ. ഡിജിപിൻ എന്നാണ് പറയുന്നത്. അടുത്തിടെ പുറത്തിറങ്ങിയ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ലോക റാങ്കിങ് എത്രയാണ്? 136 കേട്ടോ. 136 ആണ്. 2025 ഒക്ടോബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ലോക റാങ്കിങ് എത്രയാണ്? 136. 9 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന റാങ്കാണ് 136 എന്നുള്ളത്. കാലാവസ്ഥ, ജൈവവൈവിധ്യം, ഭൂമി പുനരുദ്ധാരണ എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി 2030 ലോകത്തിലെ വന നിക്ഷേപങ്ങൾ 3 ഇരട്ടി വർദ്ധിപ്പിക്കണമെന്ന് വ്യക്തമാക്കുന്ന UNEP പുറത്തിറക്കിയ റിപ്പോർട്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് ഫോർ ഫോറസ്റ്റ് 2025 റിപ്പോർട്ട്. SFF റിപ്പോർട്ട് കേട്ടോ. SFF 2025 റിപ്പോർട്ട്. എന്താണ്? കാലാവസ്ഥ, ജൈവവൈവിധ്യം, ഭൂമി പുനരുദ്ധാരണ എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് 2030 ലോകത്തിലെ വന നിക്ഷേപങ്ങൾ 3 ഇരട്ടി വർദ്ധിപ്പിക്കണമെന്ന് വ്യക്തമാക്കുന്ന UNEP പുറത്തിറക്കിയ റിപ്പോർട്ടാണ് SFF റിപ്പോർട്ട്. ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് ഫോർ ഫോറസ്റ്റ് 2025 റിപ്പോർട്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് ഫോർ ഫോറസ്റ്റ് റിപ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2025 നവംബർ 6 മുതൽ 21 വരെ നടക്കുന്ന 30ാമത് ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ സമ്മേളനം COP30 ഏത് നഗരത്തിലാണ് നടക്കുന്നത്? ബ്രസീലിലെ ബേലത്തിലാണ് നടക്കുന്നത്. 2025 നവംബർ 6 മുതൽ 21 വരെ നടക്കുന്ന 30ാമത് ഐക്യരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനം COP30 ഏത് നഗരത്തിലാണ് നടക്കുന്നത്? ബ്രസീലിലെ ബേലത്തിലാണ് COP30 നടക്കുന്നത്. COP30യുടെ വേദി എവിടെയാണ്? 2025 COP30യുടെ വേദി എവിടെയാണ്? ബ്രസീലിലെ ബേലമാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും ഇന്ത്യൻ വന്യജീവി ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് ഡെറാഡൂണിൽ പ്രസിദ്ധീകരിച്ച സിങ്ക്രണസ് ഓൾ ഇന്ത്യ എലഫന്റ് എസ്റ്റിമേഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ എത്ര ആനകളാണുള്ളത്? 22,446 ആനകൾ. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യൻ വന്യജീവി ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന് ഡെറാഡൂണിൽ പ്രസിദ്ധീകരിച്ച സിങ്ക്രണൈസ്ഡ് ഓൾ ഇന്ത്യ എലഫന്റ് എസ്റ്റിമേഷനിൽ 2021-25 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ എത്ര ആനകളാണുള്ളത്? 22,446 ആനകൾ കേട്ടോ. 22,446 ആനകളാണ്. 2025 ലോക ഭക്ഷ്യ ദിനത്തിൽ ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ചേർന്ന് എത്ര വർഷത്തെ പങ്കാളിത്തമാണ് ആഘോഷിച്ചത്? 80 വർഷത്തെ പങ്കാളിത്തമാണ് ആഘോഷിച്ചത്. ലോക ഭക്ഷ്യ ദിനത്തിൽ 2025 ലോക ഭക്ഷ്യ ദിനത്തിൽ ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും, അതായത് FAOയും ചേർന്നിട്ട് 80 വർഷത്തെ പങ്കാളിത്തമാണ് ആഘോഷിച്ചത്. 2025 മുതൽ 2028 വരെയുള്ള കാലാവധിയിലേക്കായി ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഫോർ ഏഷ്യ ആൻഡ് ദ പസഫിക് അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. 2025 മുതൽ 2028 വരെയുള്ള കാലാവധിയിലേക്കായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക് അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യ കേട്ടോ. ഇന്ത്യയാണ്. മനസ്സിലായോ? 2025 മുതൽ 2028 വരെയുള്ള കാലാവധിയിലേക്കായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഫോർ ഏഷ്യ ആൻഡ് പസഫിക്കിന്റെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അടുത്തിടെ ആർമി മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ CG മുരളീധരനാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും കാലാവസ്ഥ പ്രതിരോധത്തിനും ആഗോള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഇന്റർനാഷണൽ യൂണിയൻ IUCN
90ാമത് അംഗരാജ്യമായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട രാജ്യം ഏതാണ്? അത് ടുവാലു കേട്ടോ. ഏതാണ്? ടുവാലു ആണ്. IUCNന്റെ 90ാമത് അംഗരാജ്യമായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട രാജ്യം ഏതാണ്? ടുവാലു ആണ്. ചന്ദ്രയാൻ 2ലെ ഏത് പേലോഡാണ് ആദ്യമായിട്ട് സൂര്യന്റെ കൊറോണയിൽ മാസ് ഇഞ്ചക്ഷൻ ചന്ദ്രനിൽ ഉണ്ടാക്കിയ പ്രഭാവം നേരിട്ട് നിരീക്ഷിച്ചതായിട്ട് ISRO പ്രഖ്യാപിച്ചത്? ചേസ് 2 പേലോഡ് കേട്ടോ. ചേസ് 2 പേലോഡാണ്. ചന്ദ്രയാൻ 2ലെ ചേസ് 2 പേലോഡാണ് ആദ്യമായിട്ട് സൂര്യന്റെ കൊറോണയിൽ മാസ് ഇജക്ഷൻ ചന്ദ്രനിൽ ഉണ്ടാക്കിയ പ്രഭാവം നേരിട്ട് നിരീക്ഷിച്ചതായിട്ട് ISRO പ്രഖ്യാപിച്ചത്. ചന്ദ്രയാൻ 2ലെ ചേസ് 2 പേലോഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2025 ഒക്ടോബറിൽ അലാസ്കയിൽ വ്യാപന നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താ? ഹെലോങ് ചുഴലിക്കാറ്റ് കേട്ടോ. ഹെലോങ് ചുഴലിക്കാറ്റാണ് 2025 ഒക്ടോബറിൽ അലാസ്കയിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റ് ഹെലോങ് ചുഴലിക്കാറ്റ്. MS സ്വാമിനാഥൻ ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് പ്രിയംവദ ജയകുമാറിന്റെ ബുക്കാണ് MS സ്വാമിനാഥൻ ദി മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്നത് ആരുടെ ബുക്കാണ്? പ്രിയംവദ ജയകുമാറിന്റെ ബുക്കാണ് കേട്ടോ. പ്രിയംവദ ജയകുമാർ. 2025 മേജർ ലീഗ് സോക്കറിൽ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയവരാണ് ലയണൽ മെസ്സി. 2025 മേജർ ലീഗ് സോക്കറിൽ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിക്കാണ്. 2025 മേജർ ലീഗ് സോക്കറിൽ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയവരാണ് ലയണൽ മെസ്സിയാണ്. ഒക്ടോബർ 21 മുതൽ 28 വരെ തലസ്ഥാനത്ത് ഒളിമ്പിക് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ എത്രാമത്തെ പതിപ്പാണിത്? 67ാമത് പതിപ്പാണ്. സ്കൂൾ കായികമേളയുടെ 67ാമത്തെ പതിപ്പാണിത്. സംസ്ഥാനത്ത് ഒളിമ്പിക് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 67ാമത്തെ പതിപ്പാണിത്. അടുത്തിടെ നടന്ന മോഷണ സംഭവത്തെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ മ്യൂസിയം ഏതാണ്? അത് പാരീസിലെ ലോവൂർ മ്യൂസിയം. അടുത്തിടെ നടന്ന മോഷണ സംഭവത്തെ തുടർന്ന് വാർത്തകളിൽ ഇടം നേടിയ മ്യൂസിയം ഏതാണ്? പാരീസിലെ ലോവൂർ മ്യൂസിയമാണ്. ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് നടത്തിയ പ്രഥമ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിൽ ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് നടത്തിയ പ്രഥമ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിലെ ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയ സംസ്ഥാനത്താണ് കേരളം. പൗരബോധം, പൊതുസുരക്ഷ, ലിംഗഭേദ നിലപാടുകൾ, വൈവിധ്യം, വിവേചനം എന്നീ 4 വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു സർവേ. CPMന്റെ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? കണ്ണൂരാണ്. ചന്ദ്രയാൻ 2ലെ ഏത് പേലോഡാണ് സൗരവിസ്ഫോടനത്തിന്റെ ഫലമായി സൂര്യന്റെ ബാഹ്യവലയത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഊർജ കണികകൾ ചന്ദ്രനിൽ ഏൽപ്പിക്കുന്ന ആഘാതം ആദ്യമായിട്ട് കണ്ടെത്തിയത്? ചന്ദ്രയാൻ 2ലെ ഏത് പേലോഡാണ് സൗരവിസ്ഫോടനത്തിന്റെ ഫലമായിട്ട് സൂര്യന്റെ ബാഹ്യവലയത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഊർജ കണികകൾ, അതായത് കൊറോണൽ മാസ് ഇജക്ഷൻ ചന്ദ്രനിൽ ഏൽപ്പിക്കുന്ന ആഘാതം ആദ്യമായിട്ട് കണ്ടെത്തിയത്? ചന്ദ്രാസ് അറ്റ്മോസ്ഫറിക് കമ്പോസിഷൻ എക്സ്പ്ലോറർ. ചേസ് 2 കേട്ടോ. ചേസ് 2ന്റെ ഫുൾ ഫോം ആണ് ചന്ദ്രാസ് അറ്റ്മോസ്ഫറിക് കമ്പോസിഷൻ എക്സ്പ്ലോറർ 2 ആണ്. എന്താ ക്വസ്റ്റ്യൻ എന്താ? ചന്ദ്രയാൻ 2ലെ ഏത് പേലോഡാണ് സൗരവിസ്ഫോടനത്തിന്റെ ഫലമായിട്ട് സൂര്യന്റെ ബാഹ്യവലയത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഊർജ കണികകൾ, അതായത് കൊറോണൽ മാസ് ഇജക്ഷൻ ചന്ദ്രനിൽ ഏൽപ്പിക്കുന്ന ആഘാതം ആദ്യമായിട്ട് കണ്ടെത്തിയത്? അത് ചേസ് 2 ആണ്. അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ബ്രാൻഡായി എക്സ്പീരിയൻസ് അബുദാബിയുടെ അംബാസിഡറായി നിയമിതരായത് ദീപിക പദുക്കോണാണ്. അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ബ്രാൻഡായ എക്സ്പീരിയൻസ് അബുദാബിയുടെ അംബാസിഡറായിട്ട് നിയമിതരായത് ദീപിക പദുക്കോണാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് ഹാസ്യ നടനും സംവിധായകനുമായ വ്യക്തിയാണ്? അത് ഗോവർദ്ധൻ അസ്രാനിയാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് ഹാസ്യ നടനും സംവിധായകനുമായ വ്യക്തിയാണ് ഗോവർദ്ധൻ അസ്രാനിയാണ്. ലോകസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായിട്ട് കേരളത്തെ പൂർണ്ണമായിട്ടും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ഏകദിന ശില്പശാലയുടെ പേരാണ് വിഷൻ 2031. ലോകം കൊതിക്കും കേരളം. ലോകസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായിട്ട് കേരളത്തെ പൂർണ്ണമായിട്ടും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ഏകദിന ശില്പശാലയുടെ പേരാണ് വിഷൻ 2031. ലോകം കൊതിക്കും കേരളം. വിഷൻ 2031 ലോകം കൊതിക്കും കേരളം കേട്ടോ. ലോകസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായിട്ട് കേരളത്തെ പൂർണ്ണമായിട്ടും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ഏകദിന ശില്പശാലയുടെ പേരെന്താണ്? വിഷൻ 2031 ലോകം കൊതിക്കും കേരളം. ഫോർമുല 1 US ഗ്രാൻഡ് പ്രി കാറോട്ട മത്സരത്തിൽ ജേതാവായതാരാണ്? മാക്സ് വെസ്റ്റപ്പൺ ആണ്. ഫോർമുല 1 US ഗ്രാൻഡ് പ്രി കാറോട്ട മത്സരത്തിൽ ജേതാവായത് മാക്സ് വെസ്റ്റപ്പൺ ആണ്. അണ്ടർ 19 സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്
AR അമേയ, S ഇഷാൻ. ഇരുവരും തിരുവനന്തപുരം സ്വദേശികളാണ്. അണ്ടർ-19 സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് AR അമേയ ആൻഡ് S ഇഷാൻ കേട്ടോ. AR അമേയ, S ഇഷാനുമാണ് അണ്ടർ-19 സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്. ഫോർമുല 1 US ഗ്രാൻഡ് പ്രിയിലെ കാറോട്ട മത്സരത്തിൽ ജേതാവായത് മാക്സ് വെസ്റ്റപ്പൻ ആണ്. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റതാരാ? അത് സനൈ തക്കൈച്ചി. സനൈ തക്കൈച്ചിയാണ് ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. സനൈ തക്കൈച്ചിയാണ്. 31ാമത് കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ 2025 ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് എ പ്രഗ്നന്റ് വിഡോ. സംവിധാനം ചെയ്തത് ഉണ്ണി KR ആണ്. എ പ്രഗ്നന്റ് വിഡോ 31ാമത് കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ 2025 ഇടം നേടിയ മലയാള ചിത്രം ഏതാണ്? എ പ്രഗ്നന്റ് വിഡോ. സംവിധാനം ചെയ്തത് ഉണ്ണി KR ആണ്. ഇന്ത്യൻ സിനിമാ മത്സര വിഭാഗത്തിലേക്കുള്ള ഏക മലയാള എൻട്രിയാണിത്. സ്വിറ്റ്സർലൻഡിലെ IQ എയർ പുറത്തുവിട്ട മലിനീകരണം കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. 5ാം സ്ഥാനമാണ് മുംബൈക്ക്. സ്വിറ്റ്സർലൻഡിലെ IQ എയർ പുറത്തുവിട്ട മലിനീകരണം കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ന്യൂഡൽഹിയാണ്. 5ാം സ്ഥാനമാണ് മുംബൈ. വ്യക്തിയുടെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്ന ഉത്തരവ് സ്വാതന്ത്ര്യത്തെയും ഉപജീവനത്തെയും അവകാശത്തെയും ഹനിക്കാൻ ഉപയോഗിക്കാനില്ലെന്ന് ഈയിടെ പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതി. വ്യക്തിയുടെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്ന ഉത്തരവ് സ്വാതന്ത്ര്യത്തെയും ഉപജീവനത്തെയും അവകാശത്തെയും ഹനിക്കാൻ ഉപയോഗിക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? അത് ഡൽഹി ഹൈക്കോടതിയാണ്. US ഗവേഷകർ നടത്തിയ ആദ്യകാല ക്ലിനിക്കൽ പരീക്ഷണത്തില് MAM01 എന്ന മോണോക്ലോണൽ ആന്റിബോഡി ഏത് രോഗത്തിനെതിരെയാണ് ശക്തമായ സംരക്ഷണ ഫലങ്ങൾ കാണിക്കുമെന്ന് കണ്ടെത്തിയത്? അത് മലേറിയ കേട്ടോ. മലേറിയക്കാണ്. US ഗവേഷകർ കണ്ടെത്തിയ ആദ്യകാല ക്ലിനിക്കൽ പരീക്ഷണത്തിലെ MAM01 എന്താ പേര്? MAM01 എന്ന മോണോക്ലോണൽ ആന്റിബോഡി ഏത് രോഗത്തിനെതിരെയാണ് ശക്തമായ സംരക്ഷണ ഫലങ്ങൾ കാണിക്കുമെന്ന് കണ്ടെത്തിയത്? മലേറിയയാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരമാണെങ്കിൽ PJ വർഗീസ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരമാണ് PJ വർഗീസ് ആണ്. ഒക്ടോബർ 23 അന്താരാഷ്ട്ര മോൾ ദിനം കേട്ടോ. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ് ഒക്ടോബർ 23. ഫോബ്സ് മിഡിൽ ഈസ്റ്റിന്റെ 2025 ടോപ്പ് ഹെൽത്ത് കെയർ ലീഡേഴ്സ് പട്ടികയിൽ ഇടം നേടിയ മലയാളികളാണ് ആസാദ് മൂപ്പന്, അലീഷ മൂപ്പന്, ഷംസീർ വയലിൻ, സണ്ണി കുര്യന്, മുഹമ്മദ് മിയാൻദാദ്. ഫോബ്സ് മിഡിൽ ഈസ്റ്റിന്റെ 2025 ടോപ്പ് ഹെൽത്ത് കെയർ ലീഡേഴ്സ് പട്ടികയിൽ ഇടം പിടിച്ച മലയാളികളാണ് ആസാദ് മൂപ്പൻ, അലീഷ മൂപ്പന്, ഷംസീർ വയലിന്, സണ്ണി കുര്യന്, മുഹമ്മദ് മിയാൻദാദ്. ശബരിമല ദർശനം നടത്തുന്ന ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു കേട്ടോ. ശബരിമല ദർശനം നടത്തുന്ന ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2ാമത്തെ രാഷ്ട്രപതിയാണിത്. ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയും 2ാമത്തെ രാഷ്ട്രപതിയും കൂടിയാണ്. ഇതിന് മുൻപ് ആര് നടത്തിയിട്ടുണ്ടായിരുന്നു? VV ഗിരി ശബരിമല ദർശനം നടത്തിയിരുന്നു. 1973 രാഷ്ട്രപതിയായിരുന്ന VV ഗിരി ശബരിമല ദർശനം നടത്തിയിരുന്നു. 2025 നാവികസേന ദിനാഘോഷത്തിന്റെ വേദിയാകുന്നത് ശംഖുമുഖം. തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖമാണ്. 2025 നാവികസേന ദിനാഘോഷത്തിന്റെ വേദിയാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശംഖുമുഖമാണ്. ChatGPT നിർമ്മാതാക്കളായ OpenAI അവതരിപ്പിച്ച പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. ChatGPT നിർമ്മാതാക്കളായ OpenAI അവതരിപ്പിച്ച പുതിയ വെബ് ബ്രൗസറിന്റെ പേരെന്താണ്? അറ്റ്ലസ് കേട്ടോ. അറ്റ്ലസ് ആണ്. ChatGPT നിർമ്മാതാക്കളായ OpenAI അവതരിപ്പിച്ച പുതിയ വെബ് ബ്രൗസറാണ് അറ്റ്ലസ്. കർഷകരുടെ ഡിജിറ്റൽ വിവരങ്ങളും ഓരോ സീസണിലും കൃഷിയിടത്തെയും വിളകളെയും പറ്റിയ സർവേ നടത്തി വിവരശേഖരണം നടത്തുന്ന പ്രവർത്തനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. കർഷകരുടെ ഡിജിറ്റൽ വിവരങ്ങളും ഓരോ സീസണിലും കൃഷിയിടത്തെയും വിളകളെയും പറ്റിയിട്ട് സർവേ നടത്തി വിവരശേഖരണം നടത്തുന്ന പ്രവർത്തനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ ഓണററി പദവി ലഭിച്ച ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര. ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ ഓണററി പദവി ലഭിച്ച ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് നീരജ് ചോപ്രയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനായിട്ട് 10,000 കോടിയുടെ മിസൈലുകൾ ഇന്ത്യ വാങ്ങുന്ന രാജ്യമാണ് റഷ്യ. ഇന്ത്യൻ വ്യോമസേനയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനായിട്ട് 10,000 കോടിയുടെ മിസൈലുകൾ ഇന്ത്യ വാങ്ങുന്ന രാജ്യമാണ് റഷ്യയാണ്. S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് സുദർശന ചക്ര എന്നാണ്. S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് സുദർശന ചക്ര എന്നാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പോർച്ചുഗലിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിസ്കോ പിന്റോ ബാൽസമാവോ. 2025 ഒക്ടോബറിൽ അന്തരിച്ച പോർച്ചുഗലിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിസ്കോ പിന്റോ ബാൽസമാവോ ആണ്. പോർച്ചുഗലിന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിസ്കോ പിന്റോ ബാൽസമാവോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുടെ വനമേഖല സംബന്ധിച്ച സ്ഥിതിവിവരങ്ങൾ ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സസ് അസസ്മെന്റ് 2025 എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത്? ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുടെ വനമേഖല സംബന്ധിച്ചുള്ള സ്ഥിതിവിവരങ്ങൾ ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സസ് അസസ്മെന്റ്
2025 എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് അത് FAO ആണ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് പ്രസിദ്ധീകരിച്ചത്. 16ാമത് ഐക്യരാഷ്ട്ര വ്യാപാര വികസന സമ്മേളനത്തിൽ ദ ന്യൂ സെവില്ല ഫോറം ഓൺ ഡിബറ്റ് ഏത് നഗരത്തിൽ വെച്ചാണ് ആരംഭിച്ചത്? അത് ജനീവയിൽ വെച്ചാണ്. 16ാമത് ഐക്യരാഷ്ട്ര വ്യാപാര വികസന സമ്മേളനത്തിൽ ദ ന്യൂ സെവില്ല ഫോറം ഓൺ ഡിബറ്റ് ഏത് നഗരത്തിൽ വെച്ചാണ് ആരംഭിച്ചത്? ജനീവയിൽ വെച്ചിട്ട്. 2025 നവംബർ 1 മുതൽ ഓൺലൈൻ ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള അധികാരം ജോയിന്റ് സെക്രട്ടറിയോ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് റാങ്കിങ്ങിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമെന്ന് നിശ്ചയിക്കുന്ന നിയമം ഏതാണ്? ന്യൂ ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് റൂൾസ് 2025 ആണ്. ന്യൂ ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് റൂൾസ് 2025. 2025 നവംബർ 1 മുതൽ ഓൺലൈൻ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനുള്ള അധികാരം ജോയിന്റ് സെക്രട്ടറിയോ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് റാങ്കിങ്ങിലോ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണെന്ന് നിശ്ചയിക്കുന്ന നിയമം ഏതാണ്? ന്യൂ ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് റൂൾസ്. ഇന്റർമീഡിയറ്ററി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് അമെൻമെന്റ് റൂൾ ആണ് ഫുൾ ഫോം. ഓക്കെ. 2017 ഛത്തീസ്ഗഡിൽ നിന്ന് പ്രാദേശികമായി വംശനാശം സംഭവിച്ചതായിട്ട് പ്രഖ്യാപിച്ച ബ്ലാക്ക് ബഗ് 2021-2026 പുനരുജ്ജീവന പദ്ധതിയിലൂടെ ശ്രദ്ധേയമായ തിരിച്ചുവരവ് നേടിയെടുത്തത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? 2017 ഛത്തീസ്ഗഡിൽ നിന്ന് പ്രാദേശികമായിട്ട് വംശനാശം സംഭവിച്ചതായിട്ട് പ്രഖ്യാപിച്ച ബ്ലാക്ക് ബഗ് 2021-2026 പുനരുജ്ജീവന പദ്ധതിയിലൂടെ ശ്രദ്ധേയമായ തിരിച്ചുവരവ് നേടിയെടുത്തത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? അത് ബർണവപാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ബർണവപാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. ഗ്ലോബൽ ഫിനാൻസ് ന്യൂയോർക്ക് നൽകുന്ന വേൾഡ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് 2025 ബെസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ 2025 അവാർഡുകൾ നേടിയ ബാങ്ക് ഏതാണ്? അത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഗ്ലോബൽ ഫിനാൻസ് ന്യൂയോർക്ക് നൽകുന്ന വേൾഡ് ബെസ്റ്റ് കൺസ്യൂമർ ബാങ്ക് 2025 ബെസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ 2025 അവാർഡുകൾ നേടിയ ബാങ്ക് ഏതാണ്? SBI ആട്ടോ, SBI ആണ്. 2025 യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിതമായതിന്റെ എത്രാം വാർഷികമാണ് ആചരിക്കുന്നത്? 2025 യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിതമായതിന്റെ എത്രാം വാർഷികമാണ് ആചരിക്കുന്നത്? 80ാം വാർഷികം കേട്ടോ. 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിതമായി. 80ാം വാർഷികമാണ് ആചരിക്കുന്നത്. 2025 ഒക്ടോബർ 23 ഇന്ത്യ രാജ്യവ്യാപകമായിട്ട് /23 ക്യാമ്പയിനുമായിട്ട് ഏത് ദിനമായിട്ടാണ് ആചരിച്ചത്? ഇന്റർനാഷണൽ സ്നോ ലെപ്പേർഡ് ഡേ. ഇന്ത്യ ഉൾപ്പെടെയുള്ള മധ്യേഷ്യൻ രാജ്യങ്ങൾ 17 കുടിയേറ്റ സസ്തനികളുടെ സംരക്ഷണത്തിനായിട്ട് 6 വർഷത്തെ അതിർത്തി കടന്നുള്ള സംരക്ഷണ പദ്ധതി അംഗീകരിച്ചിരിക്കുന്നത് ഏത് പദ്ധതിയുടെ കീഴിലാണ്? സെൻട്രൽ ഏഷ്യൻ മാമൽസ് ഇനീഷ്യേറ്റീവ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള മധ്യേഷ്യൻ രാജ്യങ്ങൾ 17 കുടിയേറ്റ സസ്തനികളുടെ സംരക്ഷണത്തിനായിട്ട് 6 വർഷത്തെ അതിർത്തി കടന്നുള്ള സംരക്ഷണ പദ്ധതി അംഗീകരിച്ചിരിക്കുന്നത് ഏത് പദ്ധതിയുടെ കീഴിലാണ്? സെൻട്രൽ ഏഷ്യൻ മാമൽസ് ഇനീഷ്യേറ്റീവ്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനായിട്ട് മുൻ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഉന്നതാധികാര സമിതി രൂപീകരിച്ചിരിക്കുന്നത് ഏത് ഹൈക്കോടതിയാണ്? ബോംബെ ഹൈക്കോടതി കേട്ടോ. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനായിട്ട് മുൻ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഉന്നതാധികാര സമിതി രൂപീകരിച്ചിരിക്കുന്നത് ഏത് ഹൈക്കോടതിയാണ്? ബോംബെ ഹൈക്കോടതി. അടുത്തിടെ അന്തരിച്ച പരസ്യരംഗത്തെ ഇതിഹാസവും പത്മശ്രീ അവാർഡ് ജേതാവുമായ വ്യക്തിയാണ് പീയൂഷ് പാണ്ഡെ അന്തരിച്ചു. 2025 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് സുനിൽ അമൃത്. 2025 ബ്രിട്ടീഷ് അക്കാദമി പുരസ്കാരം ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് സുനിൽ അമൃതാണ്. ദി ബേണിംഗ് എർത്ത് ആൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ് എന്നതാണ് പുസ്തകം. ദി ബേണിംഗ് എർത്ത് ആൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ് എന്നതാണ് പുസ്തകം. സുനിൽ അമൃത്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് അതിക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനായിട്ട് മുൻ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഉന്നതാധികാര സമിതി രൂപീകരിച്ചിരിക്കുന്നത് ഏത് ഹൈക്കോടതിയാണെന്ന് വെച്ചാൽ അത് ബോംബെ ഹൈക്കോടതി. ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ്. ഇന്ത്യൻ സർക്കാർ ഏത് താപവൈദ്യുത നിലയത്തെയാണ് നാഷണൽ ഇലക്ട്രിസിറ്റി ഗ്രിഡുമായിട്ട് ബന്ധിപ്പിക്കാൻ അദാനി പവർ ലിമിറ്റഡിന് അനുമതി നൽകിയിരിക്കുന്നത്? ഇന്ത്യൻ സർക്കാർ ഏത് താപവൈദ്യുത നിലയത്തെയാണ് നാഷണൽ ഇലക്ട്രിസിറ്റി ഗ്രിഡുമായിട്ട് ബന്ധിപ്പിക്കാൻ അദാനി പവർ ലിമിറ്റഡ് അനുമതി നൽകിയിരിക്കുന്നത്? ഗോദ അൾട്രാ സൂപ്പർ ക്രിറ്റിക്കൽ തെർമൽ പവർ പ്ലാന്റ്. ഇന്ത്യൻ സർക്കാർ ഏത് താപവൈദ്യുത നിലയത്തെയാണ് നാഷണൽ ഇലക്ട്രിസിറ്റി ഗ്രിഡുമായിട്ട് ബന്ധിപ്പിക്കാൻ അദാനി പവർ ലിമിറ്റഡിന് അനുമതി നൽകിയിരിക്കുന്നത്? ഗോദ അൾട്രാ സൂപ്പർ ക്രിറ്റിക്കൽ
തെർമൽ പവർ പ്ലാന്റ്. എല്ലാ വർഷവും ഒക്ടോബർ 24 ആഘോഷിക്കുന്ന റൈസിംഗ് ഡേ ഏത് സേനയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എല്ലാ വർഷവും ഒക്ടോബർ 24 ആഘോഷിക്കുന്ന റൈസിംഗ് ഡേ ഏത് സേനയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് ട്ടോ, ITBP. എല്ലാ വർഷവും ഒക്ടോബർ 24 ആഘോഷിക്കുന്ന റൈസിംഗ് ഡേ ഏത് സേനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്. സൗരവ് ഗാംഗുലിയെ മറികടന്ന് ഏറ്റവും കൂടുതൽ വൺഡേ റൺസ് നേടിയ മൂന്നാമത് ഇന്ത്യൻ താരമായിട്ട് മാറിയ ക്രിക്കറ്റർ ആരാണ്? സൗരവ് ഗാംഗുലിയെ മറികടന്ന് ഏറ്റവും കൂടുതൽ വൺഡേ റൺസ് നേടിയ മൂന്നാമത് ഇന്ത്യൻ താരമായിട്ട് മാറിയ ക്രിക്കറ്റർ ആരാണ്? അത് രോഹിത് ശർമ്മയാണ്. ഋഷികേശിലെ ഗംഗാ നദിക്ക് മുകളിലൂടെ നിർമ്മിച്ചിട്ടുള്ള ലക്ഷ്മൺ ജൂലയ്ക്ക് പകരം വരുന്ന പുതിയ സസ്പെൻഷൻ ബ്രിഡ്ജ് ഏതാണ്? അത് ബജ്രംഗ് സേതു. ഋഷികേശിലെ ഗംഗാ നദിക്ക് മുകളിലൂടെ നിർമ്മിച്ചിട്ടുള്ള ലക്ഷ്മൺ ജൂലയ്ക്ക് പകരം വരുന്ന പുതിയ സസ്പെൻഷൻ ബ്രിഡ്ജാണ് ബജ്രംഗ് സേതു. ഭൂമിയെ പോലെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന നാസ ക്വാസി മൂൺ ആയി സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹം ഏതാണ്? ഭൂമിയെ പോലെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന നാസ ക്വാസി മൂണായി സ്ഥിരീകരിച്ചിരിക്കുന്ന ചിഹ്നഗ്രഹമാണ് 2025 PN7 2025 PN7 കേട്ടോ. ഭൂമിയെ പോലെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന നാസ ക്വാസി മൂൺ ആയി സ്ഥിരീകരിച്ചിരിക്കുന്ന ചിഹ്നഗ്രഹമാണ് 2025 PN7. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളികളാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിലും ഡോക്ടർ N ജയനും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? ഡോക്ടർ പ്രദീപ് തലാപ്പിൽ ആൻഡ് ഡോക്ടർ N ജയൻ. ഭൗതികശാസ്ത്ര മേഖലയിലെ അതുല്യമായ സംഭാവനകൾ നൽകിയതിന് മരണാനന്തര ബഹുമതിയായിട്ട് വിജ്ഞാൻ രത്ന അവാർഡ് ലഭിച്ച വ്യക്തിയാരാണ്? അത് ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കറാണ്. ഭൗതികശാസ്ത്ര മേഖലയിലെ അതുല്യമായ സംഭാവനകൾ നൽകിയതിന് മരണാനന്തര ബഹുമതിയായിട്ട് വിജ്ഞാൻ രത്ന അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കറാണ്. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും ചേർന്ന് യുവശാസ്ത്രജ്ഞർക്കിടയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പുതിയ ഫെലോഷിപ്പ് പദ്ധതിയാണ് രാമാനുജൻ ജൂനിയർ റിസർച്ച് പ്രോഗ്രാം. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും UK ചേർന്ന് യുവശാസ്ത്രജ്ഞർക്കിടയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പുതിയ ഫെലോഷിപ്പ് പദ്ധതി ഏതാണ്? അത് രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാം. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും ചേർന്ന് യുവശാസ്ത്രജ്ഞർക്കിടയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച പുതിയ ഫെലോഷിപ്പ് പദ്ധതി ഏതാണ്? രാമാനുജൻ ജൂനിയർ റിസർച്ചേഴ്സ് പ്രോഗ്രാമാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡും IIT മദ്രാസും ധാരണാപത്രം ഒപ്പുവെച്ച് സ്ഥാപിക്കാൻ തീരുമാനിച്ച കേന്ദ്രം ഏതാണ്? സെന്റർ ഫോർ സസ്റ്റൈനബിൾ എനർജി. കോൾ ഇന്ത്യ ലിമിറ്റഡും IIT മദ്രാസും ധാരണാപത്രം ഒപ്പുവെച്ച് സ്ഥാപിക്കാൻ തീരുമാനിച്ച കേന്ദ്രമാണ് സെന്റർ ഫോർ സസ്റ്റൈനബിൾ എനർജി. ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസമായ ജെയ്മെക്സ് 25 പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പലാണ് INS സഹ്യാദ്രി. ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസമായ ജെയ്മെക്സ് 25 പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS സഹ്യാദ്രി. ഇന്ത്യൻ ഭൂഖണ്ഡവും വിശാലമായ സമുദ്ര പ്രദേശവും ഉൾപ്പെടുത്തി സേവനങ്ങൾ നൽകുന്നതിനായിട്ട് നെക്സ്റ്റ് പോയിന്റ് ആണ്. കോൾ ഇന്ത്യ ലിമിറ്റഡും IIT മദ്രാസും ധാരണാപത്രം ഒപ്പുവെച്ച് സ്ഥാപിക്കാൻ തീരുമാനിച്ച കേന്ദ്രം ഏതാണ്? സെന്റർ ഫോർ സസ്റ്റൈനബിൾ എനർജി. കോൾ ഇന്ത്യ ലിമിറ്റഡും IIT മദ്രാസും ധാരണാപത്രം ഒപ്പുവെച്ച് സ്ഥാപിക്കാൻ തീരുമാനിച്ച കേന്ദ്രം ഏതാണ്? സെന്റർ ഫോർ സസ്റ്റൈനബിൾ എനർജി ട്ടോ. ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസമായ ജെയ്മെക്സ് 25 പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS സഹ്യാദ്രി. ജപ്പാൻ ഇന്ത്യ നാവികാഭ്യാസമായ ജെയ്മെക്സ് 25 പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ്? INS സഹ്യാദ്രിയാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡും IIT മദ്രാസും ധാരണാപത്രം ഒപ്പുവെച്ച് സ്ഥാപിക്കാൻ തീരുമാനിച്ച കേന്ദ്രം ഏതാണ്? സെന്റർ ഫോർ സസ്റ്റൈനബിൾ എനർജിയാണ്. ഇന്ത്യൻ ഭൂഖണ്ഡവും വിശാലമായ സമുദ്ര പ്രദേശവും ഉൾപ്പെടുത്തി സേവനങ്ങൾ നൽകുന്നതിനായിട്ട് വിക്ഷേപിക്കുന്ന മൾട്ടി ബാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം ഏതാണ്? CMS-03 ആണ്. ഇന്ത്യൻ ഭൂഖണ്ഡവും വിശാലമായ സമുദ്ര പ്രദേശവും ഉൾപ്പെടുത്തി സേവനങ്ങൾ നൽകുന്നതിനായിട്ട് വിക്ഷേപിക്കുന്ന മൾട്ടി ബാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം ഏതാണ്? CMS-03 ആണ്. റിലയൻസ് എന്റർപ്രൈസ് ഇന്റലിജൻസ് ലിമിറ്റഡിലെ ഫേസ്ബുക്കിന് എത്ര ശതമാനം പങ്കാളിത്തമുള്ളത്? റിലയൻസ് എന്റർപ്രൈസ് ഇന്റലിജൻസിന് ലിമിറ്റഡില് ഫേസ്ബുക്കിന് 30% പങ്കാളിത്തമാണുള്ളത്. അടുത്തിടെ ബെയ്ജിങ്ങിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ അനാച്ഛാദനം ചെയ്ത അർദ്ധകായ പ്രതിമ ആരുടേതാണ്? അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്. എവിടെയാണ്? ബെയ്ജിങ്ങിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ അനാച്ഛാദനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമയാണ്. ചൈനീസ് ശില്പിയായ യുവാൻ ഷിക്കുൻ ആണ് പ്രതിമ നിർമ്മിച്ചത്. യുവാൻ ഷിക്കുൻ ആണ് പ്രതിമ നിർമ്മിച്ചത്. പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിൽ പരാമർശിച്ച പ്ലാസ്റ്റിക് മാലിന്യത്തിന് പകരം ഭക്ഷണം നൽകുന്ന ഗാർബേജ് കഫേ പദ്ധതി ആരംഭിച്ച നഗരം ഏതാണ്? പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിൽ പരാമർശിച്ച പ്ലാസ്റ്റിക് മാലിന്യത്തിന് പകരം ഭക്ഷണം നൽകുന്ന ഗാർബേജ് കഫേ പദ്ധതി ആരംഭിച്ച നഗരമാണ്
ഛത്തീസ്ഗഡിലെ അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഛത്തീസ്ഗഡ്. പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിൽ പരാമർശിച്ച പ്ലാസ്റ്റിക് മാലിന്യത്തിന് പകരം ഭക്ഷണം നൽകുന്ന ഗാർബേജ് കഫേ പദ്ധതി ആരംഭിച്ച നഗരം ഏതാണ്? ഛത്തീസ്ഗഡിലെ അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ആസിയൻ സംഘടനയുടെ 47ാമത് ഉച്ചകോടിയിൽ 11ാമത് അംഗരാജ്യമായിട്ട് ഔപചാരികമായി അംഗീകരിക്കപ്പെട്ട രാജ്യമാണ് ഈസ്റ്റ് ടിമോർ. ആസിയൻ സംഘടനയുടെ 47ാമത് ഉച്ചകോടിയിൽ 11ാമത് അംഗരാജ്യമായിട്ട് ഔപചാരികമായിട്ട് അംഗീകരിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഈസ്റ്റ് ടിമോർ ഈസ്റ്റ് ടിമോറാണ്. അടുത്തിടെ റഷ്യ വിജയകരമായിട്ട് പരീക്ഷിച്ചതായിട്ട് പ്രഖ്യാപിച്ച 14,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനും 15 മണിക്കൂർ വ്യോമയാന ശേഷിയുമുള്ള ആണവ എഞ്ചിനുമുള്ള ക്രൂയിസ് മിസൈലാണ് 9M730 ബ്യൂറോ വെസ്റ്റിനിക് കേട്ടോ. 9M730 ബ്യൂറോ വെസ്റ്റിനിക്കാണ് റഷ്യ വിജയകരമായിട്ട് പരീക്ഷിച്ചതായിട്ട് പ്രഖ്യാപിച്ച 14,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനും 15 മണിക്കൂർ വ്യോമയാന ശേഷിയുമുള്ള ആണവ എഞ്ചിനുള്ള ക്രൂയിസ് മിസൈൽ ഏതാണ്? ബ്യൂറോ വെസ്റ്റിനിക്. തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണമായിട്ട് പുതുക്കിയതുമായിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പ്രത്യേക പദ്ധതിയുടെ പേരാണ് SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. തെരഞ്ഞെടുപ്പ് പട്ടികകൾ കൃത്യവും പൂർണ്ണമായിട്ട് പുതുക്കിയതായിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പ്രത്യേക പദ്ധതിയുടെ പേരെന്താണ്? SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 200 അമേരിക്കൻ വനിതകളുടെ ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയ മലയാളി സംരംഭകയാണ് സുമ കൃഷ്ണൻ. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 200 അമേരിക്കൻ വനിതകളുടെ ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയ മലയാളി സംരംഭകയാണ് സുമ കൃഷ്ണൻ. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ദേശീയ ഫുട്ബോൾ ടീമുകളുടെ വളർച്ചയും പ്രാദേശിക വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഫിഫ പുതിയ ആസിയൻ കപ്പ് ഏത് ഉച്ചകോടിയിലാണ് പ്രഖ്യാപിച്ചത്? 47ാമത് ആസിയൻ ഉച്ചകോടിയിലാണ് പ്രഖ്യാപിച്ചത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ദേശീയ ഫുട്ബോൾ ടീമുകളുടെ വളർച്ചയും പ്രാദേശിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഫിഫ പുതിയ ആസിയൻ കപ്പ് ഏത് ഉച്ചകോടിയിലാണ് പ്രഖ്യാപിച്ചത്? 47ാമത് ആസിയൻ ഉച്ചകോടിയിലാണ്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒക്ടോബറിൽ സ്വീകരിച്ച ഏത് പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? അത് ന്യൂ സ്ട്രാറ്റജിക് EU ഇന്ത്യ അജണ്ട 2025. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒക്ടോബറിൽ സ്വീകരിച്ച ഏത് പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? ന്യൂ സ്ട്രാറ്റജിക് EU ഇന്ത്യ അജണ്ട 2025. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ അജണ്ട 2025. അരുണാചൽ പ്രദേശിലെ തിരപ്പ് ജില്ലയിലെ ഒല്ലോ ഗോത്രത്തിലെ വനിതകൾക്കായിട്ട് അസം റൈഫിൾസിന്റെ ഖോൻസ ബറ്റാലിയൻ ഏത് ഓപ്പറേഷന്റെ ഭാഗമായാണ് നൈപുണ്യ അടിസ്ഥാനത്തിലുള്ള വനിതാ ശാക്തീകരണ പദ്ധതി ആരംഭിച്ചത്? ഓപ്പറേഷൻ സദ്ഭാവന. അരുണാചൽ പ്രദേശിലെ തിരപ്പ് ജില്ലയിലെ ഒല്ലോ ഗോത്രത്തിലെ വനിതകൾക്കായിട്ട് അസം റൈഫിൾസ് ഖോൻസ ബറ്റാലിയൻ ഏത് ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് നൈപുണ്യ അടിസ്ഥാനത്തിലുള്ള വനിതാ ശാക്തീകരണ പദ്ധതി ആരംഭിച്ചത്? ഓപ്പറേഷൻ സദ്ഭാവനയാണ്. പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ ഇപ്പോൾ നടത്തുന്ന പ്രധാന ട്രൈ സർവീസ് യുദ്ധാഭ്യാസത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ത്രിശൂല്. പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യ ഇപ്പോൾ നടത്തുന്ന പ്രധാന ട്രൈ സർവീസ് യുദ്ധാഭ്യാസത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ത്രിശൂല്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1825 പോയിന്റ് നേടി ചാമ്പ്യന്മാരായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന് മൊൻത എന്ന പേര് നൽകിയ രാജ്യമാണ് തായ്ലൻഡ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് നിയമിതനായത് റസൂൽ പൂക്കുട്ടിയാണ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. അരുണാചൽ പ്രദേശിലെ തിരപ്പ് ജില്ലയിലെ ഒല്ലോ ഗോത്രത്തിലെ വനിതകൾക്കായിട്ട് അസം റൈഫിൾസിന്റെ ഖോൻസ ബറ്റാലിയന് ഓപ്പറേഷൻ സദ്ഭാവനയുടെ ഭാഗമായി നൈപുണ്യ അടിസ്ഥാനത്തിലുള്ള വനിതാ ശാക്തീകരണ പദ്ധതി ആരംഭിച്ചത്. ഓപ്പറേഷൻ സദ്ഭാവന. അടുത്തിടെ പുറത്തിറങ്ങിയ PIB റിപ്പോർട്ട് പ്രകാരം 2036 ഇന്ത്യയിലെ വയോജന ജനസംഖ്യ എത്രയാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്? 230 മില്യൺ. അടുത്തിടെ പുറത്തിറങ്ങിയ PIB റിപ്പോർട്ട് പ്രകാരം 2036 ഇന്ത്യയിലെ വയോജന ജനസംഖ്യ എത്രയാകും? 230 മില്യൺ ആവും. ഡൽഹി സർക്കാരുമായി ചേർന്ന് കൃത്രിമ മഴ സൃഷ്ടിക്കുന്നതിനായിട്ട് ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയ സ്ഥാപനമാണ് IIT കാൺപൂറാണ്. ഡൽഹി സർക്കാരുമായിട്ട് ചേർന്ന് കൃത്രിമ മഴ സൃഷ്ടിക്കുന്നതിനായിട്ട് ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തിയ സ്ഥാപനം ഏതാണ്? IIT കാൺപൂറാണ്. GI ടാഗ് ലഭിച്ച ഏത് നാരങ്ങ ഇനമാണ് ഇന്ത്യ ആദ്യമായിട്ട് UK കയറ്റുമതി ചെയ്യുന്നത്? പുളിയങ്കുടി, ഇൻഡി. GI ടാഗ് ലഭിച്ച നാരങ്ങ ഇനങ്ങളാണ് പുളിയങ്കുടി, ഇൻഡി ആൻഡ് പുളിയങ്കുടിയാണ് GI ടാഗ് ലഭിച്ച നാരങ്ങ ഇനങ്ങളാണ് ഇന്ത്യ ആദ്യമായിട്ട് UK കയറ്റുമതി ചെയ്യുന്നത്.
പുളിയൻകുടി ആൻഡ് ഇന്ത്യ. റഫേൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയും രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയുമാണ് ദ്രൗപദി മുർമു. റഫേൽ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയും രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഭാവിയിലെ കാർബൺ ഡൈ ഓക്സൈഡ് നിലങ്ങളോട് ആമസോൺ മഴക്കാടുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പഠിക്കാൻ ബ്രസീലിലെ മനാവസിന് സമീപം ആരംഭിച്ച പരീക്ഷണ പദ്ധതിയാണ് ആമസോൺ ഫേസ് എക്സ്പെരിമെന്റ്. ഭാവിയിലെ കാർബൺ ഡൈ ഓക്സൈഡ് നിലകളോട് ആമസോൺ മഴക്കാടുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പഠിക്കാൻ ബ്രസീലിലെ മനാവസിന് സമീപം ആരംഭിച്ച പരീക്ഷണ പദ്ധതിയുടെ പേരെന്താണ്? ആമസോൺ ഫേസ് എക്സ്പെരിമെന്റ്. ദക്ഷിണ കൊറിയയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് മുകുൻഗ്വ ഏത് പ്രസിഡന്റിനാണ് അടുത്തിടെ നൽകിയത്? ഡൊണാൾഡ് ട്രംപിനാണ്. ദക്ഷിണ കൊറിയയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് മുകുൻഗ്വ ആർക്ക് നൽകിയത്? ഡൊണാൾഡ് ട്രംപിനാണ് നൽകിയത് കേട്ടോ. ഗ്രാൻഡ് ഓർഡർ ഓഫ് മുകുൻഗ്വ നൽകിയത് ഡൊണാൾഡ് ട്രംപിനാണ്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനാകുന്നത് ആരാണ്? ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്താണ്. 2025 നവംബർ മാസം ഡൽഹിയിൽ സഹകരണ മന്ത്രാലയവും നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷനും ചേർന്ന് ആരംഭിക്കാൻ പോകുന്ന രാജ്യത്തിലെ ആദ്യത്തെ സഹകരണ ടാക്സി സേവനത്തിന്റെ പേരാണ് ഭാരത് ടാക്സി. 2025 നവംബർ മാസം ഡൽഹിയിലെ സഹകരണ മന്ത്രാലയവും നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷനും ചേർന്ന് ആരംഭിക്കാൻ പോകുന്ന രാജ്യത്തിലെ ആദ്യത്തെ സഹകരണ ടാക്സി സേവനത്തിന്റെ പേരാണ് ഭാരത് ടാക്സി കേട്ടോ. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഒക്ടോബർ 31 ദേശീയ ഐക്യദിനമായിട്ട് നാഷണൽ യൂണിറ്റി ഡേ ആചരിക്കുന്നത്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തെയാണ് ഒക്ടോബർ 31 ദേശീയ ഐക്യദിനമായിട്ട് ഇന്ത്യ ആചരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനോടുള്ള ബഹുമാനാർത്ഥം കല്യാൺ സിംഗ് നഗർ എന്ന പുതിയ ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശ്. മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനോടുള്ള ബഹുമാനാർത്ഥം കല്യാൺ സിംഗ് നഗർ എന്ന പുതിയ ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ 2025 ലോകത്തിലെ 2% മുൻനിര ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ആരാണ്? എത്രയാണ്? 6239 എണ്ണം കേട്ടോ. സ്റ്റാൻഫോർഡ് സർവകലാശാല പുറത്തിറക്കിയ 2025 ലോകത്തിലെ 2% മുൻനിര ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ എണ്ണമാണ് 6239 ശാസ്ത്രജ്ഞരാണ് ഉൾപ്പെട്ടത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ലോകത്തിലെ 2% മുൻനിര ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരാണ് 6239 സയന്റിസ്റ്റുമാരാണ് ഉൾപ്പെട്ടത്. ഇന്ത്യയുടെ 90ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ചെന്നൈ സ്വദേശിയായ ചെസ് താരമാണ് AR ഇളംപരിധി. ഇന്ത്യയുടെ 90ാമത് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ചെന്നൈ സ്വദേശിയായ ചെസ് താരമാണ് AR ഇളംപരിധി. ഓക്കെ, ഇത്രയാണ് ഒക്ടോബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.